അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് വെച്ചതിന് മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് 2 തവണ ആയിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു തവണ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. രണ്ട് തവണ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ നന്നായിട്ട് എല്ലാം നമ്മുടെ മൈദയിൽ നല്ല മിക്സായിട്ട് വരും. ഈ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ എടുത്ത് വെച്ച ബൗളിലേക്ക് നമ്മൾ അരച്ച് വെച്ച മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് 3 പാർട്ടായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ സ്പാച്ചുല വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. സ്പാച്ചുല ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് മിക്സ് ചെയ്യാം. മുഴുവൻ പൗഡർ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കതിൽ നിന്ന് പകുതി വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഒരു പകുതിയിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ നമുക്ക് 2 കളറിൽ നമ്മൾ 2 ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ കേക്ക് ടിന്നിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളൊരു ടിന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ബാറ്ററിൽ നിന്നും കുറേശ്ശായിട്ട് സെൻറ്റർ ഭാഗത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ 2 ബാറ്റർ ആക്കിയിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സ്പൂണോ കയ്യിലോ എന്ത് വെച്ചിട്ടും ചെയ്യാം. നമ്മൾ ഓരോ തവണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സെൻട്രലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സെൻറ്ററിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ബാറ്റർ ഇങ്ങനെ പരന്ന് കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ എത്തും. അപ്പോൾ നമ്മുടെ മുഴുവൻ ബാറ്ററും നമ്മൾ ഇതേപോലെ ഓരോന്നോരോന്ന് മാറി മാറി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്.
നമുക്കിതൊന്ന് മോൾഡ് ചെയ്തെടുക്കാം. നന്നായി കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഉണ്ട്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, ഉൾഭാഗം എങ്ങനെ ഇരിക്കണമെന്നുള്ളതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. വേണ്ടില്ലേ, നമ്മൾ ബേക്കറിയിലിരിക്കണ അതേപോലെ നമുക്ക് 2 കളറിലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.